money is definitely important, but beyond that, a character, a story, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ്, ആ ഹിറ്റാണ് മെയിൻ. വെദർ നമ്മൾ 5 പടം ചെയ്തിട്ട് 4 ഫ്ലോപ്പ് ആയാലും ഇറ്റ്സ് വേസ്റ്റ്. സെയിം തിങ്, ഒരു പടം ചെയ്തിട്ട് അത് ഹിറ്റായെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു ദ 5 ഫിലിംസ്. സോ പടം ഹിറ്റ്, പടം സക്സസ് ആണോ, അറ്റ്ലീസ്റ്റ് യു ഷുഡ് മേക്ക് എ ഡിഫറൻസ് ഇൻ ദ പടം ചെയ്യുന്ന ഒരു ഫിലിം മേക്കിംഗ്. എന്തെങ്കിലും ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിൽ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൽ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ വേറൊരു സ്ക്രിപ്റ്റ് ഫിലിം മേക്കിംഗ് സ്റ്റൈൽ, എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫറൻസ് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ യു വിൽ ഫീൽ ഹാപ്പി മോർ ദാൻ ഞാൻ ഇത്ര പടം ചെയ്ത് ഒരു 10 പടം എക്സ്ട്രാ ചെയ്തതിന് ഹാപ്പിനെസ് എപ്പോഴും വരില്ല. കല്യാണം കഴിക്കാൻ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, അത് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. ഇപ്പോൾ ബീ ഇറ്റ് ലവ് ഓർ മാരേജ്, ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. അതൊരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യെങ്കിൽ ഇറ്റ് ബിക്കം എ വെരി ലൈക്ക് എ ബിസിനസ്. സോ അത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടില്ല. ഓക്കെ, ഐ നോ കറക്റ്റ് ടൈമിൽ അത് നടക്കുന്ന എനിക്കറിയാം. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. മൂവീസ് പൊതുവെ ഞാൻ കാണൽ കുറവാണ്, ബട്ട് ഐ ലവ് വാച്ചിങ് മൂവീസ്. സോ ഇൻ്റർനാഷണൽ മൂവീസ് ഓർ ബോളിവുഡ് മൂവീസ് ഓർ മലയാളം മൂവീസ്, ഐ ഗോ ടു ദ തിയേറ്റർ ആൻഡ് വാച്ച്. സോ തിയേറ്ററിൽ കാണുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. സോ ഐ കീപ് വാച്ചിങ് ഇൻ ദ തിയേറ്റർ. ഫാൻസ് അസോസിയേഷൻ ഇസ് ഗുഡ് ഡെഫിനറ്റ്ലി. ഒരു സ്റ്റാർ വന്നിട്ട് ഒരു ആസ് ആൻ ആക്ടർ ഇറ്റ്സ് ഓക്കെ, ബട്ട് യു വോണ്ട് ടു ബി എ സ്റ്റാർ, അത് സെൽഫ് പ്രൊക്ലെയിം പ്രൊപ്പഗണ്ട കണക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു ജെനുവൻ ഫാൻസ് അവരോടെ നമ്മൾ മാക്സിമം അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുക. വെനെവർ യു ക്യാൻ. ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ അവരെ കണ്ട് മീറ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫ്സ് എടുത്ത്, സോ ദേ ഫീൽ ഹാപ്പി. അവർ പടം റിലീസ് ചെയ്യുന്ന ടൈം ദേ ഗെറ്റ് എക്സൈറ്റഡ്. സോ ഈവൻ ഇപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിൽ എനിക്ക് രജനികാന്ത് ഫിലിം, മമ്മൂട്ടി സാർ ഫിലിം, മോഹൻലാൽ സാർ ഫിലിം എല്ലാം വരുമ്പോൾ വലിയൊരു സന്തോഷമായിരിക്കും. വിൽ ഗോ വിത്ത് ഹോൾ ഗ്രൂപ്പിനെ കൂട്ടി നമ്മൾ തിയേറ്ററിൽ പോയി പടം കാണുന്ന ഒരു ഇറ്റ്സ് എ ഫൺ തിങ്. So but now it's become more of a fan thing and more of a social web, social websites, everything are there. So it becomes very aggressive. So aggressiveness you correct it and use cheyano. Give them good film, correct it, you have to treat them and they take things forward in a proper manner. It's very healthy. Strength nachal I would say myself, because now enakku film background la aarum illa. So every decision I take is my own. So far ഇപ്പോൾ ഒരു ചെറിയ ലോജിക്, ഇത്ര കാലം ഞാൻ വന്നത് എൻ്റെ ഒരു സ്വയം ഒരു ജഡ്ജ്മെൻറ്റിലാണ്. സോ ആ ജഡ്ജ്മെൻറ്റ് നമ്മൾ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുത്ത് അത് അവർ വേറെ മാതിരി ജഡ്ജ് ചെയ്താൽ മേ ബി യുവർ കരിയർ വിൽ ഗോ ഓൺ. സോ ദാറ്റ് ജഡ്ജ്മെൻറ്റ് ഐ ഓൾവേസ് കീപ് ഇറ്റ് വിത്ത് മീ. Be it a small decision about movies, big decision about the movies, final decision I take it. Family is very supportive. First പടം ചെയ്തിട്ട് തന്നെ എനിക്ക് റിലീസ് ആകാൻ ഒരു 3 years ആയിരുന്നു, ടൈമായിരുന്നു, ഡിലേ ആയിപ്പോയി പ്രോജക്റ്റ്. സോ ആ ടൈമിൽ ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. വർക്ക് ക്യാൻസൽ ചെയ്തിട്ടാണ് ഐ സ്റ്റാർട്ടഡ് മൂവീസ്. സോ ബട്ട് എപ്പോഴും വീട്ടിൽ ഫാദർ മദറും വന്നിട്ട് എന്നോട് എന്താ ഇനി പണിക്ക് പോകുന്നില്ല, ഇല്ല ഇനി വേറെ എന്തെങ്കിലും പണി ചെയ്യണം, അല്ലെങ്കിൽ ഫിലിം മറന്നേക്ക്, അത് വേണ്ട, അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. സോ എൻ്റെ ഒരു ആഗ്രഹം അവരെപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ലൈഫ് ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ എല്ലാ പടം ഹിറ്റാവണമെന്നും ഇല്ല, ഇപ്പോൾ എല്ലാ പടം ഇപ്പോൾ ഹിറ്റാവണമെന്നും ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലോപ്പ് ആകുമ്പോൾ മനസ്സ് എന്തായാലും വിഷമം ഉണ്ടാകും. ആരും പടം ഫ്ലോപ്പ് ആവണമെന്ന് ആരും പടത്തിൽ അഭിനയിക്കില്ല, ആരും പടം സ്റ്റാർട്ട് ചെയ്യില്ല. ബട്ട് സംവെയർ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മിസ്സാവും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ആ പടം സക്സസ് ആയിട്ടുണ്ടാവില്ല. ബട്ട് വി കനോട്ട് ഡു എനിത്തിങ്, വി ഹാവ് ടു മൂവ് അഹെഡ്. ആ ടൈമിലെല്ലാം യു വിൽ ഫീൽ ലോ, യു വിൽ ഫീൽ ഓക്കെ, വെരി അൺവാണ്ടഡ്. സഡൻലി ഇഫ് യു ഹാവ് കപ്പിൾ ഓഫ് ഫ്ലോപ്സ് ദെൻ യു വിൽ ബി വെരി ഡിസ്റ്റർബ്ഡ്. But that is cinema. You'll have to cope up with everything. So when you give a hit, you come back. So but it's a difficult thing, but it's a nice ride. ഇല്ല, ഒരു ആസ് എൻ ആക്ടർ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലെങ്കിലാ പ്രശ്നം. സോ യു വിൽ ഫീൽ വെരി അൺവാണ്ടഡ്. ബട്ട് വെൻ യു ഫീൽ ഓക്കെ പീപ്പിൾ ഈ ഷുഡ് നെവർ, അവർ വന്ന് ഹായ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ്സ് ചോദിക്കുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ബിക്കോസ് പൊതുവേ നമ്മൾ ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ കണ്ട് നമ്മൾ ദൂരത്തിൽ നിന്ന് കാണും, സ്മൈൽ ചെയ്യാൻ, അല്ലെങ്കിൽ മാക്സിമം അതാണ് ഒരു ഈഗോ എന്ന് പറയുന്നത്. ഒരുത്തർ വന്നിട്ട് നമ്മളോട് വന്നിട്ട് ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ ഓട്ടോഗ്രാഫ്സ് ചോദിക്കണമെങ്കിൽ ഈസ് ലെറ്റിംഗ് ഗോ ഇസ് ഈഗോ. ബിക്കോസ് ആ ഈഗോ കഴിഞ്ഞിട്ട് ഈസ് കം ആസ് എ ഫാൻ ഓർ ആസ് എ പേഴ്സൺ ഹൂം ഹി ലൈക്സ്.
സോ ഇത് വന്നിട്ട് നമ്മൾ ഇപ്പോൾ റെസ്പെക്ട് ചെയ്യണം. യു കനോട്ട് സേ നോ. സോ ദാറ്റ്സ് ബിയോണ്ട് സംബഡീസ് ഈഗോ ദാറ്റ് ദേ ആർ കമ്മിങ്. സോ ദാറ്റ് ഐ റിയലി റെസ്പെക്ട് ഓൾവേസ്. സോ ഇറ്റ്സ് നൈസ് വെൻ അവർ വന്ന് ഫോട്ടോഗ്രാഫ്സ് ചോദിക്കുമ്പോൾ ഇറ്റ്സ് എ നൈസ് ഫീലിംഗ് ആൻഡ് ഐ ഓൾവേസ് റെസ്പെക്ട് ദാറ്റ്. ബോളിവുഡ് താല്പര്യമുണ്ട്, ബട്ട് കറക്റ്റായ പ്രോജക്റ്റിൽ ലോഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് ഫീൽഡ് ബോളിവുഡ്. സോ അതിൽ കറക്റ്റായ പ്രോജക്റ്റ് ചെയ്ത് ലോഞ്ച് ആയിട്ടില്ലെങ്കിൽ പിന്നെ കാണാൻ പോകും. പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടാൻ കഷ്ടം അവിടെ. സോ ഐ എം നോട്ട് ലൈക്ക് ബീങ് അഗ്രസീവ്, വെയിറ്റിംഗ്.